ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടെയിൽസ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഫുഡ് തേടിയുള്ള യാത്രയിലാണ്. നമ്മളെ ചന്ദ്രേട്ടൻ്റെ കടയിലെ ബീഫും പൊറോട്ടയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് പോയി കാണാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ കരുവാരകുണ്ടിൻ്റെ ഈ ദൃശ്യഭംഗി എത്ര പറഞ്ഞാലും തീരില്ല. അത്രയും മനോഹരമായ ഒരു നാടാണ് നമ്മളെ കരുവാരകുണ്ട്. കരുവാരകുണ്ടിലെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് പാർക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ഒന്ന് സന്ദർശിക്കണം എന്നുകൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം കേരള എന്ന് പറയുന്ന സ്ഥലത്ത് എത്താനായി. ഇവിടെയാണ് നമ്മുടെ കാർണിവലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞ് കേരള ടൗണൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ പ്രകൃതി രമണീയമായ ഈ റോട്ടിലൂടെ രണ്ട് വശത്തും നല്ല പച്ചപ്പും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ, അതേപോലെ തന്നെ നല്ല മനോഹരമായ റോഡ്, വൃത്തിയുള്ള റോഡ്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മനസ്സിലെപ്പോഴും എന്താണുള്ളത്, ആ കറുകറുത്ത ബീഫും പൊറോട്ടയൊക്കെയാണ്. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ കണ്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു യാത്ര നമുക്ക് ഒരിക്കലും മടുക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഒരു സംഭവം. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ യാത്രയിൽ ഈ രണ്ട് വശത്തുള്ള കാഴ്ചകൾ, കാരണം ഇത് നിലമ്പൂരിലേക്കുള്ള ഒരു റോഡാണ്. കരുവാരകുണ്ടിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോകുന്ന, നിലമ്പൂർ എത്തുന്ന വരെ നല്ല പ്രകൃതി ഭംഗി ഉള്ള, ഇരുവശത്തും പ്രകൃതി ഭംഗി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് മനോഹരമായ കാഴ്ചകളുള്ള ഒരു റോഡാണ്. അപ്പോൾ ആ ഒരു വഴിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം റോഡ് പണിയൊക്കെ നിലമ്പൂർ വരെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ നിലമ്പൂരിലേക്കൊന്നും എത്തേണ്ട, നമ്മൾ അരിമണൽ പാലം വരെയാണ് നമ്മൾ പോകുന്നത്. അരിമണൽ പാലം ഏകദേശം എത്താനാവുമ്പോൾ നമുക്ക് ഒരു ഹോട്ടൽ കാണാൻ പറ്റും. ഏകദേശം എത്താനാവുമ്പോഴല്ല കേട്ടോ, എത്തിക്കഴിഞ്ഞാണ്. നമ്മൾ കരുവാരകുണ്ടിൽ നിന്ന് വരുമ്പോൾ പാലം കഴിഞ്ഞ ഉടനെ റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ റോഡുണ്ട്. ആ റോഡിന് കയറുമ്പോൾ ഫസ്റ്റ് ചന്ദ്രേട്ടൻ്റെ ഹോട്ടലാണ്. നേരെ മറിച്ച് നമ്മൾ കാളിയാവുന്ന ഇങ്ങോട്ടാണ്, കരുവാരകുണ്ട് ഭാഗത്തേക്കാണ് വരുന്നത്. പാലം എത്തുന്നതിന് മുമ്പാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞൊരു സ്ഥലത്ത് എത്താനായി. പുഴയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം, പാലം കാണാം. അപ്പോൾ ഈ ഒരു പാലം കഴിഞ്ഞു ഉടനെ തന്നെയാണ് ഞാൻ ആ പറഞ്ഞ ഹോട്ടലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ കറുകറുത്ത ബീഫും ഒക്കെയാണല്ലേ. അപ്പോൾ ആ ബീഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഈ ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഇരുന്നു. ചെറിയൊരു ഹോട്ടലാണ്. നമ്മൾ ബീഫും പൊറോട്ടയും പറഞ്ഞു, പക്ഷേ വന്നത് ഈ ഒരു ബീഫാണ്. സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോയി. കാരണം നമ്മൾ പ്രതീക്ഷിച്ച് വന്നത് മറ്റേ ബീഫിനാണ്, കിട്ടിയത് ഈ ബീഫാണ്. ചന്ദ്രേട്ടനോട് ചോദിക്കാനൊന്നും നിന്നില്ല, കിട്ടിയത് കഴിച്ച് പൈസയും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് ചന്ദ്രേട്ടൻ്റെ ചെറിയ ഹോട്ടൽ. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ, അപ്പോൾ ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ കണ്ടിട്ട് ഇവിടെ ഈ ബീഫാണ് എന്നും എന്ന് വിചാരിച്ച് ആരും വരണ്ട. ബീഫിൽ മാറ്റം വരാറുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അവിടെ മൂപ്പരടുത്ത് ചോദിച്ചില്ല. മൂപ്പര് പ്രത്യേക ടൈപ്പ് ആളാണ്. അപ്പോൾ ഈ ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ കരുതിയിട്ട് ഞാൻ പിന്നെ അത് ചോദിച്ചില്ല. അപ്പോൾ എന്തായാലും നമ്മളവിടെ തിരിച്ചു വരുമ്പോഴുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഈ ഒരു ബീഫ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചന്ദ്രേട്ടൻ്റെ നമ്പറൊക്കെ നമ്മളെ വീഡിയോസിൽ ഓൾറെഡി ഉണ്ട്. ആ ഒരു ഷോർട്ട് ചെയ്ത സമയത്ത് അതിൽ ഫോൺ നമ്പറൊക്കെ നിങ്ങൾക്ക് ബോർഡിൽ നിന്നും എടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് ചെല്ലുന്നത് നന്നാവും. എനിക്ക് തന്നെ മണ്ടത്തരം പറ്റി, കാരണം ഞാൻ വിളിക്കൊന്നും ചെയ്തില്ല. ഞാൻ ആദ്യമായിട്ട് അവിടുന്ന് കഴിച്ചത് നമ്മൾ ആ വീഡിയോ എടുത്ത സമയത്തായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ എല്ലാ ദിവസവും അതുപോലുള്ള ബീഫ് തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നീട് കുറച്ച് ദിവസത്തിന് ശേഷം അവിടേക്ക് പോയത് കേട്ടോ. പക്ഷേ പ്രതീക്ഷ തെറ്റി. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് അമ്മയ്ക്കുള്ള മെഡിസിനൊക്കെ വാങ്ങാണ്ടിരുന്നു. അപ്പോൾ നമ്മൾ നീതി മെഡിക്കൽസ് കയറി. നമ്മളെ അയൽവാസി കൂടിയായ ഫഹദിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് നമ്മൾ വീണ്ടും വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി ഇനിയും വരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.